വിമാനത്താവള പദ്ധതി നീക്കം വീണ്ടും സജീവമാക്കി ഭൂ ഉടമ. പദ്ധതി പ്രദേശത്ത് വീണ്ടും ഡ്രോൺ പരിശോധന നടത്തിച്ച് മൗണ്ട് സിയോൺ ഉടമ എബ്രഹാം കലമണ്ണിൽ. UDF സർക്കാരിന് പദ്ധതിയോട് അനുകൂല നിലപാടുണ്ടെന്നും അബിൻ വർക്കി MLAയും ആന്റോ ആന്റണി MPയും തനിക്കൊപ്പമുണ്ടെന്നും ഭൂ ഉടമ വാദിക്കുന്നു. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഗോകുൽ, വലിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ജനങ്ങളും ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതിയും ഒക്കെ നടത്തിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ഈ പദ്ധതി ഒരിക്കൽ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ഇവരെല്ലാം അവിടുന്ന് പോയതുമാണ്. ഇപ്പോൾ വീണ്ടും UDF സർക്കാർ അധികാരത്തിലേറിയതിന്റെ പശ്ചാത്തലത്തിൽ ആ ഹുങ്ക് കാണിച്ചുകൊണ്ടാണോ എബ്രഹാം കലമണ്ണിൽ വീണ്ടും ആറന്മുളയുടെ മണ്ണിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഗോകുൽ, ഗൗതം, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംശയിക്കണം. കാരണം 2011 UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറിയപ്പോഴാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഉണ്ടായതും അതിനുശേഷം അത് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ആ പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും. പിന്നീട് 2011 ശേഷം UDF ഗവൺമെന്റ് വീണ്ടും കേരളത്തിൽ അധികാരത്തിലെത്തുമ്പോഴാണ് ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് വീണ്ടും നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ സാധ്യതാ പഠനങ്ങളെപ്പറ്റി ആലോചിക്കുമെന്ന് ആറന്മുളയുടെ MLA ആയിട്ടുള്ള അബിൻ വർക്കി ആദ്യം തന്നെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായാലും അയാൾ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും പുനരാലോചിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതിൻ്റെ പേപ്പർ വർക്ക് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡ്രോൺ പരിശോധന ഈ പദ്ധതി പ്രദേശത്ത് നടത്തി. പദ്ധതിക്ക് വേണ്ടിയിട്ട് 1000 ഏക്കർ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാം ഘട്ട ഡ്രോൺ പരിശോധന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും മൗണ്ട് സിയോൺ ഭൂവുടമയുടെ ആയിട്ടുള്ള മൗണ്ട് സിയോണിൻ്റെ ഉടമയായിട്ടുള്ള എബ്രഹാം കലമണ്ണിലിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രാഥമിക ഘട്ട നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഡ്രോൺ പരിശോധന ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ട ഡ്രോൺ പരിശോധന വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് അയാൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പത്തനംതിട്ട കളക്ടറേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നീക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ADMന്റെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിൽ ഈ നടപടികൾ, പേപ്പർ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഈ എബ്രഹാം കലമണ്ണിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഈ പദ്ധതിക്ക് എല്ലാ സഹായവും ചെയ്തു നൽകുന്നത് UDF സർക്കാരാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് അബിൻ വർക്കി MLA, അതോടൊപ്പം തന്നെ ആന്റോ ആന്റണി MP, ഒപ്പം K ശിവദാസൻ നായർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായങ്ങളും തനിക്ക് ചെയ്തു നൽകുന്നു എന്നുള്ള കാര്യം എബ്രഹാം കലമണ്ണിൽ തന്നെ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നടപടി UDF സർക്കാരിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 2014 ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഈ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ നടന്നിട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും അതോടൊപ്പം തന്നെ പരിസ്ഥിതി പഠനവും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഈ പദ്ധതിക്ക് പൂർണ്ണമായിട്ടും അംഗീകാരം റദ്ദാക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത്. അതിനുശേഷം സുപ്രീം കോടതിയും ഈ പദ്ധതി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇതിന് അംഗീകാരം നൽകാനാവില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് 2014 ഈ പദ്ധതി പൂർണ്ണമായിട്ടും റദ്ദാക്കുകയായിരുന്നു ഉണ്ടായത്. എന്തായാലും അങ്ങനെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം, അതോടൊപ്പം തന്നെ ആറന്മുളയുടെ പൈതൃകത്തെയും ഒക്കെ പ്രകൃതിയെയും ഒക്കെ തന്നെ സംരക്ഷിക്കുവാനായിട്ട് അവിടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുണ്ടായിരിക്കുന്നത്. ഭൂവുടമകളുടെ, ഭൂമാഫിയകളുടെ അവർക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ കോൺഗ്രസ് സർക്കാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും ഒത്താശ ചെയ്തുകൊണ്ട് ആറന്മുള വിമാനത്താവള പദ്ധതിയെ വീണ്ടും പുനരുജ്ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിരോധ നടപടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കർമ്മസമിതി അടക്കമുള്ള സംഘടനകളും, അതായത് ഈ ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതിയായിരുന്നു, അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ 2010-14 കാലഘട്ടത്തിൽ നടന്നത്. അവർ തന്നെ വീണ്ടും അതിൻ്റെ ഭാരവാഹികൾക്ക് തന്നെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന നടപടിയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നിർണായകമായിട്ടുള്ള കോടതി ഉത്തരവുകൾ അടക്കമുണ്ട്. ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ അടക്കമുള്ള നിരീക്ഷണങ്ങളും ഉത്തരവുകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ പ്രാഥമിക ഘട്ട നടപടികളെ ചെറുക്കുമെന്ന് തന്നെയാണ് കർമ്മസമിതി ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. ആറന്മുള പൈതൃക ഗ്രാമത്തിൽ വീണ്ടും ഭൂമാഫിയ പിടിമുറുക്കാൻ ശ്രമിക്കുകയാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ, UDF സർക്കാർ അധികാരത്തിലേറിയതോടെ ഒരിക്കൽ അവിടുത്തെ ജനങ്ങൾ ആട്ടിയോടിച്ച പദ്ധതി ഒരിക്കൽ കൂടി വീണ്ടും പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമം ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി നടത്താൻ ശ്രമിക്കുകയാണ്. എബ്രഹാം കലമണ്ണിനെ പോലെയുള്ള ഭൂ ഉടമകൾ അവിടെ ഡ്രോൺ പരിശോധനയും മറ്റും നടത്തി ഒരിക്കൽ കൂടി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്നാൽ ഒരു കാരണവശാലും പൈതൃക ഗ്രാമമായ ആറന്മുളയുടെ മണ്ണിൽ വിമാനം ഇറക്കില്ല എന്ന ശക്തമായ നിലപാട് പൈതൃക ഗ്രാമ കർമ്മസമിതി ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോകുൽ രമേശാണ് ആറന്മുളയിൽ നിന്നും ചേർന്നത്.